അസ്സലാമലൈക്കും, വെൽക്കം ടു Peppercandy. എല്ലാവരും സുഖമായി സന്തോഷത്തോടിരിക്കുന്നതായിരിക്കുന്നു. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇതിൽ ഞാനിന്ന് ഡിന്നറിനായിട്ട് ഉണ്ടാക്കിയ ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തു പോയ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടാലോ? ആദ്യം ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി തന്നെ കാണിക്കാം. കൈമാരിയാണ് ഞാൻ ബിരിയാണിക്കായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ റൈസ് കുക്ക് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്തേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരിഞ്ചീരകപ്പൊടി, ഇത് ഇത്രയേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് മസാല പുരട്ടി വെച്ചിരുന്ന പ്രോൺസ് എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പ്രോൺസ്, സ്ക്വിഡ് അതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് നേരമായിട്ട് ഫ്രൈ ചെയ്താൽ അതിൻ്റെ ഒരു ടെക്സ്ചർ ഒരു റബ്ബറി പോലെ ആയിപ്പോവും. അപ്പോൾ അത് കാരണം ഒരു പെട്ടെന്ന് കുക്ക് ചെയ്ത് വരുന്ന സാധനങ്ങളായതെല്ലാം. അപ്പം നമുക്കിപ്പോൾ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. പിന്നെ ഒന്നും കൂടെ നമ്മളിത് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രോൺസ് എല്ലാം മാറ്റിയെടുക്കാം. ഇനി പ്രോൺസ് ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിടുന്നുണ്ട്. പിന്നെ സവോള ചോപ്പ് ചെയ്തതും കൂടെ ഇടുന്നുണ്ട്. നമ്മൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കനം കുറഞ്ഞ നീളത്തിലരിഞ്ഞ സവോള എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷേ ഈ ഒരു ബിരിയാണിക്ക്, നമ്മൾ കൈമാരി ഇട്ട് വെക്കുന്ന ബിരിയാണിക്ക് സവോള നന്നായിട്ട് ഉടഞ്ഞ മസാലയായിട്ട് ചേരണം. അപ്പോൾ എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഉള്ളി സെപ്പറേറ്റ് ആയിട്ട് കിടക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഉള്ളി നല്ല ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മല്ലിയില അരിഞ്ഞ് ചേർക്കാം. ഞാൻ പുതിനയില ചേർക്കാറില്ല പൊതുവെ ബിരിയാണിക്ക്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർക്കാം കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളി നന്നായി വെന്ത് നന്നായിട്ട് അത് ഉടഞ്ഞ് ചേരണം. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. അപ്പോൾ തക്കാളി വേകാനായിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടികളായിട്ട് ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരുന്നത്. അത് കാരണം ഒരല്പം മുളക് പൊടി മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിരിയാണി, അപ്പോൾ അത് കാരണം ഞാൻ ഒരുപാട് എരിവാക്കുന്നില്ല. മുളക് പൊടിക്ക് ശേഷം ഞാൻ അല്പം ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം മാത്രം ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം നോക്കി ചേർക്കുക കേട്ടോ. പിന്നെ നമുക്കിതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെമ്മീൻ ചേർത്തതിന് ശേഷം മസാലയിലൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്. അപ്പോൾ മസാല റെഡി ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ലെയറിങ്ങിലേക്ക് പോകാം. അതിനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൈമ അരി ഒട്ടും നെയ്യ് ചേർക്കാതെ വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളകൊക്കെ ഇട്ടൊന്ന് റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അരി ഞാൻ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും അരി, നമുക്ക് എത്രത്തോളം റൈസ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ലെയർ ചെയ്ത് പോവാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നില്ല. ബിരിയാണി, ഫിഷ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കേട്ടോ, അതെല്ലാം ഇതേ റെസിപ്പി തന്നെയാണ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ.
ഇനി ഇതിന് മുകളിലേക്ക് ഞാനൊരല്പം പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അതിന് മുകളിലായിട്ട് പ്ലേറ്റിൽ ബാക്കി വന്ന മസാലയ്ക്കകത്ത്, പ്രോൺസ് മസാലയ്ക്കകത്ത് റൈസ് ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ അതിന് മുകളിൽ മല്ലിയിലയും പിന്നെ ഉള്ളി വറുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. നട്ട്സ്, കാഷ്യൂനട്ട്സ്, കിസ്മിസ് ഒക്കെ വേണമെങ്കിൽ വറുത്ത് ചേർക്കാം. ഞാനിപ്പോൾ വീട്ടിലേക്ക് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഏറ്റവും മുകളിൽ അല്പം ഗരം മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്ന് ദമ്മിടാം. അപ്പോൾ ദമ്മിടാനായിട്ട് പഴയൊരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ദമ്മിടുന്ന കല്ലാണ് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് നാളായി ഞാൻ ദമ്മിടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബിരിയാണി ചെമ്പെടുത്ത് വെച്ച് കൊടുക്കാം. നന്നായി കവർ ചെയ്യണം. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മൂടി തുറന്നു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന രുചികരമായ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാകും. ഇതിനകത്ത് ഞാൻ അല്പം പോലും നെയ്യ് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. കാഷ്യൂനട്ട്, കിസ്മിസ് ഒക്കെ വറുത്ത് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. നെയ്യ് ചേർക്കാതെ തന്നെ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മക്കളുമായിട്ട് പുറത്ത് സൈക്ലിങ്ങിനായിട്ട് പോയി. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു പ്ലാൻ ഉണ്ട് പുറത്ത് പോകാനായിട്ട്. അപ്പോൾ അത് കാരണം നേരത്തെ ജോലിക്ക് ഒതുക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ നേരത്തെ നമ്മൾ സൈക്ലിങ്ങിന് പോകുന്നതിന് മുൻപ് തന്നെ നേന്ത്രപ്പഴം മുട്ടയും പുഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പലർക്കും പലത്, 5 പേർക്കും 5 ഐറ്റമാണ് ചായയുടെ കൂടെ ഉള്ളത്. കാര്യം എല്ലാവർക്കും എല്ലാം ഇഷ്ടമല്ല. മക്കൾ റോസ് മിൽക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് വന്ന സമയത്ത് ഗ്രോസറിയിൽ കയറിയിട്ട് റോസ് മിൽക്ക് അവർ കുടിച്ചു. അപ്പോൾ എനിക്കും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ചായ. ഉമ്മ വൈകുന്നേരം ചായ കുടിക്കാറില്ല. മഗ്‌രിബ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഇരുട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് പോകുന്നത് ഡെൽമ മാളിലേക്കാണ് കേട്ടോ. നേരത്തെ ഞാൻ ഡെൽമ മാളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഫ്രൈഡേ വ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് സിനിമ കാണാൻ പോവാണ്. മോൻ്റെ ഫ്രണ്ട് ജോഷിയുണ്ട്. സാധാരണ എപ്പോഴും അവഞ്ചേഴ്സിൻ്റെ മൂവി കാണാനൊക്കെ പോകുമ്പോൾ മോൻ്റെ ഫ്രണ്ട് ജോഷുവയും കൂടെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ മോൻ്റെ ഫ്രണ്ട് ജോഷുവയും എൻ്റെ ഹസ്ബൻഡും കൂടെ സ്പൈഡർമാൻ കാണാൻ കയറി. മോൾക്ക് സ്പൈഡർമാനൊന്നും ഇഷ്ടമല്ല, എനിക്കും അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അത് കാരണം ഞാനും മോളും കൂടെ അവൾക്ക് ഇഷ്ടമുള്ള വേറൊരു മൂവി എൻകാൻറ്റോ കാണാൻ പോയി. സിംഗ് 2 എന്ന് പറഞ്ഞ മൂവി കാണാനാണ് അവൾ ആഗ്രഹിച്ച് വന്നത്. പക്ഷേ നമ്മൾ പോയ സമയത്ത് സിംഗ് 2 ഇല്ല. അത് മോർണിംഗ് ആയിരുന്നു അതിൻ്റെ ഷോ. ഞങ്ങളുടെ മൂവി ഒരു 20 മിനിറ്റ് മുൻപേ കഴിഞ്ഞു. അപ്പോൾ അവരതിന് ശേഷം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു നമ്മൾ പുറത്ത്. ഈ ഒരു റോയൽ സിനിമാസിൽ ശരിക്കും 14 ഹാളുണ്ട് കേട്ടോ. 14 പല പല ഹാളിലായിട്ട് പല പല മൂവീസ് നടക്കുന്നുണ്ട്. ഞാനും മോളും കണ്ട മൂവി ഇതാണ് കേട്ടോ, എൻകാൻറ്റോ. വീക്ക് ഡേ ആയത് കാരണം തന്നെ ഒട്ടും തിരക്കില്ലായിരുന്നു. ഈ ഒരു മൂവി എൻകാൻറ്റോ കാണാനായിട്ട് ആകെ 5 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. അതും ബാക്കിയെല്ലാം അറബ്സ് ആയിരുന്നു. ആകെ ഇന്ത്യൻസ് ആയിട്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡും മക്കളും അവരുടെ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ എപ്പോഴത്തെയും പോലെ മറക്കാതെ തരണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.